ലോകത്തിൽ ആദ്യമായി ഒരു ഗോൾഡ് സ്ട്രീറ്റ് വരുന്നു. മറ്റെവിടെയുമല്ല, നമ്മുടെ ദുബായിൽ തന്നെ. ദുബായിയുടെ ഗോൾഡ് ഡിസ്ട്രിക്ട് പദ്ധതിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഗോൾഡ് സ്ട്രീറ്റ് കൂടി വരുന്നത്. പേര് കേട്ട് പലരുടെയും മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ സ്ട്രീറ്റ് മുഴുവൻ സ്വർണം പൂശിയതായിരിക്കുമോ? അല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ള അലങ്കാര വസ്തുക്കളായിരിക്കുമോ ആ സ്ട്രീറ്റിൽ ഉണ്ടാവുക എന്നൊക്കെ. ഇതിനൊന്നും വ്യക്തമായ ഉത്തരങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും സ്വർണത്തിന്റെ പ്രകടമായ എലമെന്റ്സ് ഉടനീളം ഈ സ്ട്രീറ്റിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായ് ഗോൾഡ് സൂക്കിനോട് ചേർന്നായിരിക്കും ഈ ഗോൾഡ് സ്ട്രീറ്റും ഉണ്ടാവുക. എന്തായാലും ഇത് സാധാരണ ഒരു ഷോപ്പിംഗ് ഏരിയ ആയിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇന്റർനാഷണൽ ലെവലിലുള്ള ബുള്ളിയൻ ബിസിനസ്സുകളും ഇൻവെസ്റ്റ്മെന്റുകളും സ്വർണ്ണ വ്യാപാരവും ഒക്കെ നടക്കുന്ന ഒരു അൾട്രാ മോഡേൺ ന്യൂ എൻഡ് സ്ട്രീറ്റ് തന്നെയായിരിക്കും ദുബായിൽ വരാൻ പോകുന്ന ഈ ദുബായ് ഗോൾഡ് സ്ട്രീറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് നാട്ടിലാണെങ്കിലും അതിന്റെ പ്രതിഫലനങ്ങൾ പല രീതിയിലാണ് പ്രവാസ ലോകത്തും ഉണ്ടായിട്ടുള്ളത്. ബെറ്റ് വെച്ചവർ മീശ എടുത്തത് തൊട്ട് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന പച്ചലഡു വിറ്റഴിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ദുബായിലെ പല പ്രശസ്തമായ ഇന്ത്യൻ ബേക്കറികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ലക്ഷക്കണക്കിന് രൂപയുടെ ലഡുവും അതുപോലെ കോൺഗ്രസിന്റെ UDFന്റെ തീം വെച്ചുകൊണ്ടുള്ള കേക്കും ഒക്കെ വിറ്റഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. എക്സിറ്റ് പോൾ ഫലം വന്ന അന്ന് മുതൽ തന്നെ വലിയ ബൾക്കായിട്ടുള്ള ഓർഡറുകളൊക്കെ ബേക്കറികളിലേക്ക് എത്തിയിരുന്നു അത്രേ. ഇലക്ഷൻ റിസൾട്ട് വന്ന് 2-3 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആഘോഷങ്ങൾക്ക് അവസാനം വന്നിട്ടില്ല. ഇപ്പോഴും സംഘടനകളുടെയും മറ്റ് അസോസിയേഷനുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ വിപുലമായി നടക്കുന്നുണ്ട്. വരും വീക്കെൻഡിലും ഇത് തുടരുമെന്ന് തന്നെയാണ് അറിയുന്നത്. അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ മെയ്ക്ക് ഇറ്റ് ഇൻ ദ എമിറേറ്റ്സ് എന്ന വലിയ ഫോറം നടക്കുകയാണ് കുറച്ച് ദിവസങ്ങളായി. ഇതിന്റെ 5ാമത് എഡിഷനാണ് ഇപ്പോൾ ഈ 2026 നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അവിടെ സന്ദർശിക്കുകയുണ്ടായി. ഈ എക്സിബിഷനിൽ UAEയിൽ നിർമ്മിച്ച അതിനൂതനമായ സംവിധാനങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. രാജ്യപുരോഗതിയിൽ തന്നെ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഇത്തരം കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നേരിട്ടെത്തി പരിശോധിച്ച് വിലയിരുത്തുകയുണ്ടായി. ഒപ്പം തന്നെ ആഗോളതലത്തിൽ UAEയുടെ ഒരു മത്സരക്ഷമത ഇത് വെളിവാക്കുന്നു എന്നുള്ളൊരു കാര്യവും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എക്സിബിഷൻ സന്ദർശനത്തിന് ശേഷം UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ വിലയിരുത്തി. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ. 2026 മെയ് 7 വ്യാഴാഴ്ച.